സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ 17 ചേർന്ന ദിവസങ്ങളിലാണോ? 14, 15, 16 അങ്ങനെ ഉള്ള ദിവസം എന്നാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ ഭായി. ദുബായിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ പറയുന്ന ദിവസം നിവിൻ പോളി കൊച്ചിയിലെ ഹോട്ടലിലായിരുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അറിയാവുന്ന ചിലർ ഇവിടെ ഉണ്ട്. അവർ പറയും ഹോട്ടലിൽ തന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു നിവിൻ എന്ന വിനീത് ശ്രീനിവാസനും അവകാശപ്പെടുന്നുണ്ട്. തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ എവിടെ വന്ന മരഭൂതമേ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. 14-നും 15-നും നിവിൻ കൂടെയുണ്ടായിരുന്നുവെന്ന് വിനീത് ശ്രീനിവാസൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വീട്ടിൽ വെച്ച് CCTV കണ്ടില്ല, പിന്നെ ഇവര് വന്നത് റിമൂവ് ചെയ്ത് പോയെന്നാണ് എന്റെ വിശ്വാസം. ഇതിനകത്ത് ആരെങ്കിലും സാക്ഷി എന്ന് പറയാൻ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരാളുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന മൂന്നാമതൊരാൾ? ഇല്ല, ആരുമില്ല. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. നിവിൻ പോളി 2 ദിവസവും താങ്കളുടെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. എല്ലാരും കേട്ടോളൂ, ഇവിടെ നടന്ന കള്ളനാടകത്തിന്റെ അവസാന രംഗത്തിന് തിരശ്ശീല വീഴാൻ പോകുന്നു. 14-ാം തീയതി രാവിലെ തൊട്ടാണ് നമ്മള് നിവിന്റെ പോർഷൻസ് ഷൂട്ട് ചെയ്യുന്നത്. 15-ാം തീയതി വെളുപ്പിന് ഒരു 2:30 മണി അടുപ്പിച്ച് വരെ ഷൂട്ട് പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാരും കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിവിൻ അവിടുന്ന് പോകുന്നത്. അത് ഈസിലി പ്രൂവ് ചെയ്യാനും പറ്റും, ഇത്രയും പേര് പങ്കെടുത്ത ഷൂട്ടാണല്ലോ. അപ്പൊ സത്യം ഈശ്വരനെ, അതിനെ മറവ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. ഈ ഫോട്ടോസുമായിട്ട് ഇപ്പൊ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് ഫോം ചെയ്തതിൻ്റെ ഡേറ്റ്, ഹോട്ടലിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന CCTV ഫുട്ടേജ്, അങ്ങനെ അവർക്ക് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് തെളിവ് വേണമെങ്കിലും അവർക്ക് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിലുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. ഈ പറയുന്ന യുവതി ദുബായിൽ വെച്ചിട്ടാണ് പീഡനം നടന്നതെന്നാണ് ആ യുവതി പറഞ്ഞതനുസരിച്ചിട്ട് അങ്ങ് ദുബായിൽ വെച്ചിട്ട്. പക്ഷെ ദുബായിൽ പോലും ആ യുവതി ഇപ്പൊ ഇല്ലായിരുന്നതാണ് ന്യൂസിലും വന്നിട്ടുള്ളത്. എവിടെ പോണു? വെള്ളം കുടിക്കും. ഈ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു ആരോപണം ഉയർന്നപ്പോൾ മുതൽ നിവിൻ പോളിയുടെ പ്രതികരണം. നമ്മള് കേസ് കൊടുക്കും. നിവിൻ പോളി DGPക്ക് പരാതി നൽകി തനിക്കെതിരെ ഉള്ളത് കള്ളക്കേസാണെന്നും തന്റെ പരാതി കൂടി പരിശോധിക്കണമെന്നുമാണ് ആവശ്യം. കേസ് അകമ്പുറം മറിയും, വാദി പ്രതിയാകും, പ്രജറി, സത്യവിരുദ്ധമായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക, IPC 193, നിരോഷ അഴിയെണ്ണും, സമത്വവാദി തെണ്ടികൾ കടന്ന് ഓടിത്തള്ളും. എന്നാ ഒളിവി പോണേനക്കാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.